ഹലോ ഫ്രണ്ട്സ്, നിയോ ഹോം ട്യൂഷന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഏത് ചാപ്റ്റർ ആയിരുന്നു? മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ഓഫ് ഫോർ എന്നുള്ള ചാപ്റ്റർ അല്ലേ? ഫ്രണ്ട് ആൻഡ് ഫോർ എന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 2 ആയിരുന്നു കേട്ടോ അത്, അല്ലെ? അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അത് എത്ര പേര് ചെക്ക് ചെയ്തിട്ടുണ്ട്? എനിക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ കിട്ടിയായിരുന്നു. ഞാൻ ചോദിച്ചില്ലായിരുന്നോ ദ സ്റ്റഡി ഓഫ് ഫഞ്ചൈ എന്താ ഞാൻ ചോദിച്ചായിരുന്നു? കുറച്ചു പേരൊക്കെ കമന്റ് ഇട്ടായിരുന്നു. ദ സ്റ്റഡി ഓഫ് ഫഞ്ചൈ ഈസ് കോൾഡ് മൈക്കോളജി എന്ന് പറയുന്നത്. മൈക്കോളജി കേട്ടോ, മൈക്കോളജി, അത് ഓർത്തിരിക്കണം. അതേപോലെ ഞാൻ കൊറോണ വൈറസിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സെർച്ച് ചെയ്തായിരുന്നോ കൊറോണ വൈറസ് ഏത് ഫാമിലിയിൽ വരുന്നതെന്ന്? സെർച്ച് ചെയ്തായിരുന്നോ? ആ, കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ കൊറോണ വൈറിഡേ എന്ന് പറഞ്ഞ ഫാമിലിയിൽ വന്നതാണ്. അപ്പം ഇതുവരെ ഈ വൈറസിന് ശരിക്കും എന്താ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആന്റിബയോട്ടിക് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം സം പീപ്പിൾ ഹു ബിക്കം ഇൽ വിത്ത് COVID-19 ക്യാൻ ഓൾസോ ഡെവലപ്പ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആൻഡ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞത്. ഈ COVID-19 വന്നപ്പോൾ ആൾക്കാർക്ക് എന്ത് വന്നു? കുറെ പേർക്ക് ബാക്ടീരിയ ഇൻഫെക്ഷൻസും കൂടെ വന്നു. പക്ഷെ ഈ COVID-19 എന്ന് പറഞ്ഞ ഒരു വൈറസ് ആണ്, ഇത് ബാക്ടീരിയ അല്ല കേട്ടോ. അപ്പൊ നമുക്ക് നമ്മൾ പിന്നെ വാക്സിൻസ് കോവിഷീൽഡും കോവാക്സിനും ഒക്കെ നമ്മൾ എടുത്തു. സാധാരണ വൈറസിന് അഗേൻസ്റ്റ് ആയിട്ട് വാക്സിൻസ് നമുക്ക് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് എടുക്കാം. ഇനി ഫുഡ് പ്രിസർവേഷൻ. നമുക്കറിയാം, നമ്മൾ ഫുഡ് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ഒന്നും ചെയ്തില്ല, പ്രോപ്പർ ആയിട്ട് വയ്ക്കുകയൊന്നും ചെയ്തില്ലെങ്കിലോ ഫുഡ് എന്ത് ചെയ്യും? ബാക്ടീരിയ വന്ന് ബാക്ടീരിയ എന്നല്ല, എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ്, പഞ്ചിയോ ബാക്ടീരിയോ ഏത് പ്രോട്ടോസോവൻ എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം വന്ന് അതിനെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ഫുഡ് എന്ത് ചെയ്യും? സ്പോയിൽ ചെയ്ത് പോവുകയും ചെയ്യും. എക്സാമ്പിൾ, നമ്മൾ ബ്രെഡ് ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെളിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൽ ഫംഗി പിടിക്കും, അല്ലെ? പൂപ്പൽ പിടിക്കും, പഞ്ച് അറ്റാക്ക് ചെയ്യും. അപ്പം ഈ ബാക്ടീരിയൽ അറ്റാക്കിൽ നിന്ന് നമ്മുടെ ഫുഡ് ഐറ്റത്തിനെ പ്രിവെന്റ് നമുക്ക് ചെയ്യണം, ഇല്ലേ? ഫുഡ് നമ്മൾ പ്രിസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി എന്തൊക്കെ മെത്തേഡിൽ കൂടെ നമ്മൾ നമ്മുടെ ഫുഡിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നേ? എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടാവും? നമ്മൾ എങ്ങനെ സാധാരണ വീട്ടിൽ നമ്മൾ എങ്ങനെ ഫുഡ് പ്രിസർവ് ചെയ്യണേ? നമുക്ക് പ്രിസർവ് ചെയ്യാൻ ഒന്നാമത് നമുക്ക് ഇപ്പൊ നമ്മൾ കടകളിലൊക്കെ നമുക്കറിയാം, കടകളിലൊക്കെ ചില സാധനങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ എത്ര ദിവസം അത് ഇരിക്കണേ, പെട്ടെന്ന് കേടായി പോകും. ദിവസം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണെങ്കിലോ നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് അത് ചീത്തയായി പോകും. കടകളിലൊക്കെ അവർ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യണോണ്ട് കുറെ നാള്, മാസങ്ങളോളം സാധനമൊക്കെ ഇരിക്കില്ല. നമ്മൾ ചില സാധനങ്ങളൊക്കെ എക്സ്പയറി ഡേറ്റ് കാണാൻ പാടില്ലേ? ഒരു വർഷം വരെ എക്സ്പയറി ഡേറ്റ്, അത്ര നാൾ വരെ അത് മോശമാവാണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാ? അതായത് കുറെ കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽസ് എന്ത് ചെയ്യും? മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചേനെ പ്രിവെന്റ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സോഡിയം ബെൻസോയേറ്റ്, സോഡിയം മെറ്റാബൈസൾഫേറ്റ്, സോൾട്ട്, എഡിബിൾ ഓയിൽ, ഇതൊക്കെ എന്ത് ചെയ്യണേ? ഇതൊക്കെ മൈക്രോ ഓർഗാനിസത്തിന്റെ ആ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യും. ഇതൊക്കെ മൈക്രോ ഓർഗാനിസത്തിന്. പക്ഷെ എന്താ, ഇതൊക്കെ നമുക്ക് ദോഷം കേട്ടോ, നമുക്ക് കൊള്ളത്തില്ല ഇതൊന്നും. ഓക്കെ, അപ്പൊ കെമിക്കൽ മെത്തേഡ് വഴി ഇപ്പൊ അതേപോലെ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമെന്ന് വിചാരിക്കും. പിക്കിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപ്പ് ഇടൂലേ? ഉപ്പും വിനാഗിരിയൊക്കെ ഇടും. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ മീനൊക്കെ, ഫിഷൊക്കെ നമ്മൾ ഉപ്പ് മീനൊക്കെ ഇട്ടുണ്ടാവും, ഉപ്പിലിട്ട് പ്രിസർവ് ചെയ്യും മീറ്റൊക്കെ, കാരണം അത് കേടാവാതിരിക്കാൻ വേണ്ടി. അതുപോലെ ജാമും ജെല്ലീസ് ഒക്കെ ആണെങ്കിൽ ഷുഗറിലായിരിക്കും നമ്മൾ ഇട്ട് വെക്കണേ. അപ്പൊ അത് ഷുഗർ, അപ്പൊ എക്സസ് ആയിട്ടുള്ള ഈ ഷുഗറിലും എന്താ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ പറ്റില്ല. പിക്കിളും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ ഓയിലിലും വിനിഗറിലും ഒക്കെ വെക്കണതൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കണതാ, കേടായി പോവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് ഹീറ്റ് ആൻഡ് കോൾഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നമ്മൾ പാലൊക്കെ വാങ്ങുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പാലിൽ ഒത്തിരി ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും, അല്ലേ? അപ്പൊ നമ്മൾ പാൽ എന്ത് ചെയ്യും? നന്നായിട്ട് തിളപ്പിക്കും. അപ്പൊ പാല് നന്നായിട്ട് ബോയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നശിച്ചു പോകും. ആദ്യം നമ്മൾ ഈ പാല് ഏകദേശം നമുക്കറിയാം, ഈ പാസ്ചറൈസേഷൻ ഉള്ള ടെക്നിക്ക് ഇല്ലേ? ആ ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് നമ്മുടെ മിൽക്കിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അതിലെങ്ങനെയാന്ന് വെച്ചാൽ 70°C 50 to 30 സെക്കൻഡ് നമ്മളിങ്ങനെ പാല് ബോയിൽ ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? കൂൾ ചെയ്യും. എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ കുറച്ച് നാളത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിസർവ് ചെയ്തിരിക്കാൻ പറ്റും. അതാണ് ഹീറ്റ് ആൻഡ് കോൾഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ ചിലതിന് നമുക്ക് എന്ത് ചെയ്യാം? കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കാം. ചിലതിൽ നമുക്ക് ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്യോ അല്ലെങ്കിൽ കോൾഡ് ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി. ഇനി പിന്നെ നമുക്കറിയാം, നമ്മൾ പാക്കറ്റിൽ വെച്ച് സ്റ്റോർ ചെയ്യില്ലേ? അപ്പൊ പാക്കറ്റിൽ നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് വെക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഓക്സിജൻ ഉണ്ടെങ്കിലാണ് മൈക്രോ ഓർഗാനിസം ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അവർക്ക് എയർ വേണം ജീവിക്കണമെങ്കിൽ, വേണ്ടേ? കാരണം ലിവിങ് ഓർഗാനിസം ആണ്. അപ്പൊ അവർക്ക് എയർ വേണം. അപ്പൊ നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് വെക്കുമ്പോൾ എയറിനെ കടത്തി വിടാതെ നമ്മൾ വെക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഫ്രൂട്ട്സും വെജിറ്റബിളും അതിന്റെ ഉള്ളിൽ കേടാവാതിരിക്കും. ഇതാണ് സ്റ്റോറേജ് ആൻഡ് പാക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് ഒരു പാക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടണേ, അല്ലെ? ഈ മൈക്രോ ഓർഗാനിസത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മളിപ്പോ ഇത്ര നേരം എന്നാ പറഞ്ഞ, മൈക്രോ ഓർഗാനിസംസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അസുഖം വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അത് എന്തൊക്കെ ഡിസീസസ് ആണെന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.
ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ കുറച്ച് ഗുണങ്ങൾ നമുക്ക് പഠിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു മൈക്രോ ഓർഗാനിസം ഒരു ഫ്രണ്ടാന്നും കൂടെ ഞാൻ പറഞ്ഞായിരുന്നു. മൈക്രോ ഓർഗാനിസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസം നമ്മൾ ഫുഡ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ എന്താ, നമ്മൾ പാലിനെ തൈരാക്കണം. നമ്മൾ എന്ത് ചെയ്യും, പാലിലേക്ക് കുറച്ച് തൈര് ഒഴിക്കും അല്ലെ. അപ്പൊ മിൽക്കിനെ കേർഡാക്കി മാറ്റണമെങ്കിൽ അവിടെ എന്ത് വേണം, ലാക്ടോബാസിലസ് വേണം. അപ്പൊ കേർഡിൽ എന്തുണ്ട്, ലാക്ടോബാസിലസ് ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കേർഡ് എടുത്തിട്ട് മിൽക്കിലേക്ക് ഒഴിക്കുമ്പോ എന്ത് ചെയ്യും, ലാക്ടോബാസിലസ് കുറെ നമ്പർ കൂടും. അപ്പൊ അവരെന്ത് ചെയ്യും, അവരാ മിൽക്കിനെ കേർഡാക്കി മാറ്റിക്കോളും. അതേപോലെ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ, അതുപോലെ അപ്പം പുളിപ്പിക്കുകയാണെങ്കിൽ, അതുപോലെ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യില്ലേ, ആഡ് ചെയ്യും. ഇപ്പൊ ഫുഡ് ഇൻഡസ്ട്രീസ്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും മൈക്രോ ഓർഗാനിസം, ഒരു ഫംജിയാണത്. അപ്പൊ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന് ഫുഡ് ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ എന്താ, അപ്പൊ നമ്മൾ അതാ പറഞ്ഞ, പിന്നെ ബിവറേജ് ഇൻഡസ്ട്രീസിലുണ്ട്. ഇപ്പൊ എക്സാമ്പിള് ആൽക്കഹോളും വൈനും അതേപോലെ വിനാഗിരി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് വേണം, ഈസ്റ്റ് വേണം. അപ്പൊ നമ്മൾ ബിവറേജ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യണില്ലേ, ഫുഡ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യണ്ടേ. ഇപ്പൊ നമ്മുടെ കോമൺ എക്സാമ്പിൾ വീട്ടിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. നമ്മൾ അപ്പം പൊടിക്കണമെങ്കിൽ നമ്മൾ മാവ് ഒഴിക്കും, അല്ലെങ്കിൽ അപ്പം പൊടിക്കണമെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഒഴിക്കും. ഇതൊക്കെ ഒരു മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പൊ നമ്മളിപ്പം എക്സാമ്പിൾ അപ്പം പുളിപ്പിക്കുക എന്ന് വിചാരിക്കും, ഫെർമെന്റേഷൻ നടത്താം. നമ്മൾ എന്ത് ചെയ്യണേ, നമ്മൾ ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് എന്താ പഞ്ചസാര കലക്കി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈസ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യും. ഇപ്പൊ ഈസ്റ്റ് ഈ ഷുഗറിൽ ആക്ട് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറ്റും, ആ ഷുഗറിനെ ആൽക്കഹോൾ ആയിട്ട് മാറ്റും. എന്നിട്ട് നമ്മളത് അപ്പത്തിൽ ഒഴിക്കുമ്പോൾ അപ്പം പുളിക്കും. അതിന് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഫെർമെന്റേഷൻ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത് ലൂയിസ് പാസ്റ്റർ ആണ്. ലൂയിസ് പാസ്റ്റർ, ഈ ലൂയിസ് പാസ്റ്റർ ആണ് പാസ്ചറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും കണ്ടുപിടിച്ചത്. മിൽക്കിനെ പ്രിസർവ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ. ഓക്കെ. ഇനി അതുപോലെ തന്നെ മെഡിസിന്റെ പ്രൊഡക്ഷൻ, നമുക്ക് ഒത്തിരി മരുന്നുകൾ ഉണ്ടാക്കണേ മൈക്രോ ഓർഗാനിസത്തെ വേണം. നമ്മൾ ആന്റിബയോട്ടിക് ഉണ്ടാക്കണില്ലേ, ഈ ആന്റിബയോട്ടിക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതായത് മെഡിസിൻ പ്രൊഡ്യൂസ് ബൈ സെർട്ടൻ മൈക്രോ ഓർഗാനിസം കിൽ ഓർ സ്റ്റോപ്പ് ദ ഗ്രോത്ത് ഓഫ് അതർ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ചില മൈക്രോ ഓർഗാനിസത്തിന് വേറെ മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചേനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്, വേറെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന്. അപ്പൊ നമ്മൾ ആ ചില മൈക്രോ ഓർഗാനിസം എന്തായിട്ട് ഉപയോഗിക്കും, നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, മെഡിസിൻസ്. നമ്മൾ ഈ ബാക്ടീരിയന്നും അതുപോലെ ഫംഗൈന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ എന്ന് പറയുന്നത്. ഇപ്പൊ പെൻസിലിൻ ആദ്യമായിട്ട് ഉണ്ടാക്കി അലക്സാണ്ടർ ഫ്ലെമിൻ ആണ് ഉണ്ടാക്കിയെടുത്തത്, ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന് അതിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടോ. 1928 അദ്ദേഹം പെൻസിലിൻ കണ്ടുപിടിച്ചത്. പെൻസിലിൻ ആന്റിബയോട്ടിക് അദ്ദേഹം ആദ്യമായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ. അതേപോലെ ഇനി അടുത്ത ഒരു യൂസ് ആണ് വാക്സിന്റെ പ്രൊഡക്ഷൻ. നമുക്ക് വാക്സിൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മൈക്രോ ഓർഗാനിസത്തെ വേണം. കാരണം നമ്മുടെ ബോഡീനെ നമുക്കറിയാം, ദ പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി ഫ്രം അറ്റാക്ക് ഓഫ് വേരിയസ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം ത്രൂ വാക്സിൻ ഈസ് കോൾഡ് വാക്സിനേഷൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാക്സിനേഷൻ എടുക്കാറില്ലേ, അതായത് എന്താ, അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കും. അസുഖം വന്നു കഴിഞ്ഞാൽ എടുക്കും ഇല്ലേ, എടുക്കും. അപ്പൊ നമ്മൾ BCG ഒക്കെ എടുക്കാറില്ലേ, പോളിയോ വാക്സിൻ നമ്മൾ എടുക്കാറുണ്ട്. അപ്പം നമ്മുടെ ബോഡീനെ എന്താ ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക അസുഖം വരാതിരിക്കാൻ വേണ്ടി. അത് വാക്സിനേഷനിൽ കൂടി വാക്സിൻ കൊടുത്ത. ഇപ്പൊ വാക്സിനായിട്ട് നമ്മൾ കൊടുക്കണേ എന്നാ, ഒന്നെങ്കിൽ നമ്മൾ ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള മൈക്രോബ്സിനെ നമ്മൾ കയറ്റണം. അതായത് നമ്മുടെ ബോഡിയിലേക്ക് മൈക്രോ ഓർഗാനിസം തന്നെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് വരുന്നത്. ഇപ്പൊ എക്സാമ്പിള് എന്താ പറയാ, ഇപ്പം ഒരു എക്സ് എന്ന് പറഞ്ഞൊരു ഡിസീസ് എന്ന് വിചാരിക്കാം. ആ ഡിസീസ് വരുത്തുന്ന ഒരു മൈക്രോ ഓർഗാനിസം, അതിന്റെ പേര് എക്സ് ആണ് വിചാരിക്കാം, ചുമ്മാ വെറുതെ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ വൈറസിന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കില്ല് ചെയ്തിട്ട് വാക്സിൻ ആക്കിയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് വരണേ. അപ്പൊ നമ്മളിപ്പോ കോവിഷീൽഡ്, കൊറോണ, അതുപോലെ തന്നെ കോവാക്സിൻ ഒക്കെ നമ്മൾ എടുത്തില്ലേ. ഇപ്പൊ എക്സാമ്പിൾ അത് കൊറോണ വൈറസിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തതാ. അപ്പം ഈ കൊറോണ വൈറസിന് തന്നെ എന്താ, അതിനെ തന്നെ ഡെഡ് ആക്കിയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുകയാണ്. അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നോക്കുമ്പോ എന്താ, അതെന്താ, ഒരു പ്രത്യേകതരം ഒരു വൈറസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, അതിന് അഗേൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അപ്പൊ പിന്നീട് നമുക്ക് അതിന്റെ അറ്റാക്ക് നമ്മുടെ ബോഡിയിലേക്ക് വന്നാലും എന്ത് ചെയ്യും, നമ്മുടെ ആന്റിബോഡി ഓൾറെഡി ആക്റ്റീവ്, ഒരു മെമ്മറി സെൽസ് ഉണ്ടാക്കി വെച്ചേക്കുമായിരിക്കും അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. മുൻകൂട്ടി അവരെ ഇത് ഒരു ഓർഗാനിസത്തിന് വേണ്ടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പല വാക്സിനേഷൻ നമ്മൾ എടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ എക്സ് എന്ന് പറയുന്നത് ഏത് ഡിസീസിന് ഇന്നതിന്, ഇപ്പൊ നമുക്ക് കൊറോണ വൈറസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അതേപോലെ എന്താ,
വാക്സിനേഷൻ നമുക്ക് ഒത്തിരി ഡിസീസ് കണ്ടോ, കോളറ, പോളിയോ, സ്മോൾ ബോക്സ്, ഹെപ്പറ്റൈറ്റിസ്, ഇതിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് വാക്സിൻ ഉണ്ട്. അപ്പൊ അത് ആ രോഗം വരുത്തുന്നത്, ഇപ്പൊ കോളറ ആണെങ്കിൽ കോളറ വരുത്തുന്ന ഓർഗാനിസത്തിനെ തന്നെ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഡെഡ് ആക്കിയിട്ട്, അതായത് ഒന്നെങ്കിൽ കില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ വീക്കൻ ചെയ്തിട്ട് അവരെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റം നോക്കുമ്പോൾ എന്താ, ഓർഗാനിസത്തെ അവർക്ക് മനസ്സിലാവും, അവരെ ആന്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക ചെയ്യണം. പിന്നീട് എപ്പോഴെങ്കിലും ഈ രോഗം വരുത്തുന്ന ഓർഗാനിസം നമ്മുടെ ബോഡി കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റം അത് നശിപ്പിച്ചോളും. അതിനാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ വാക്സിൻ, സ്മോൾ പോക്സിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. സ്മോൾ പോക്സ് ഫസ്റ്റ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാ? എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ഓർത്തിരിക്കാം. അതേപോലെ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് വേറെ റോൾ ഉണ്ട്. സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞ റോള്. അതായത് ചില ബാക്ടീരിയാസ് നമ്മുടെ സോയിലിലുള്ള നൈട്രജന്റെ ഫിക്സേഷൻ കൂട്ടും. നൈട്രജന്റെ ഫിക്സേഷൻ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ പയറ് ചെടി എടുക്കൂല്ലേ, പയറിന്റെ താഴെ നമ്മൾ പയർ പറിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ റൂട്ടില് റൗണ്ട് ആയിട്ട് ഒരു സൈസ് റൂട്ട് നൊഡ്യൂൾ ഉണ്ട്. ആ റൂട്ട് നൊഡ്യൂളിന്റെ ഉള്ളിൽ ബാക്ടീരിയ ഉണ്ട്, റൈസോബിയം ബാക്ടീരിയ. ഈ ബാക്ടീരിയ നമ്മുടെ മണ്ണിലെ നൈട്രജന്റെ ഫിക്സേഷൻ കൂട്ടൂ എന്നാ പറയണേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്രോപ്പ് റൊട്ടേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മളിപ്പോ കുറെ നാള് പൈനാപ്പിൾ കൃഷി ചെയ്തു, അതിനുശേഷം പയറ് കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ പയറ് ചെടിയുടെ റൂട്ട് നൊഡ്യൂളിലുള്ള റൈസോബിയം നൈട്രജൻ ഫിക്സേഷൻ കൂട്ടും. അപ്പം നമ്മുടെ മണ്ണിലുള്ള നൈട്രജന്റെ എമൗണ്ട് ഒക്കെ കൂടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മണ്ണില് പിന്നെ നമ്മൾ അത് പയറ് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കൃഷി നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, സോയിലിൽ നൈട്രജൻ കാണും. നൈട്രജൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പയറ് നമുക്ക് പ്ലാന്റ് ചെയ്താൽ മതി. കാരണം അതിന്റെ റൂട്ട് നൊഡ്യൂളിലുള്ള ബാക്ടീരിയ നൈട്രജനെ ഫിക്സ് ചെയ്യും അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള, അതിനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പം ഈ ബ്ലൂ ഗ്രീൻ ഓൾഗി ആയാലും റൈസോബിയ ആയാലും ഇവർക്കൊക്കെ നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടും. കാരണം എന്താ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇഷ്ടംപോലെ നൈട്രജൻ ഉണ്ട്, പക്ഷെ ആ നൈട്രജൻ നമ്മുടെ മണ്ണിലേക്ക് എളുപ്പത്തിന് എത്തില്ല. പിന്നെ എങ്ങനെ എത്തണേ, നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് അല്ലേ, അത്ര സ്ട്രോങ് ആ നമുക്കറിയാം. അപ്പൊ ഇടിവെട്ടും അങ്ങനെയൊക്കെ ഇടിയൊക്കെ വെട്ടിക്കഴിയുമ്പോഴാണ് ആ നൈട്രജന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യണത്, മറ്റേ മഴവെള്ളം വഴി അത് മണ്ണിലേക്ക് എത്തുകയൊക്കെ ചെയ്യണത്. അങ്ങനെ എന്നിട്ട് പിന്നെ സോയിൽ, അങ്ങനെയാണ് ഒരു രീതിയിൽ നമ്മുടെ മണ്ണിലേക്ക് ഇത് എത്തണത്. ഓക്കെ, അപ്പം ഈ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതിന് ഈ ബാക്ടീരിയത്തിന് റോൾ ഉണ്ട്. ഇനി അതുപോലെ നമ്മുടെ എൻവയോൺമെന്റ് ക്ലീൻ ചെയ്യണതിനും ബാക്ടീരിയാസ് റോൾ ഉണ്ട്. ഇപ്പൊ ഒന്ന് ഓർത്തു നോക്കിയേ, ഇപ്പൊ എന്താ നമ്മൾ ഡെയിലി കേൾക്കണേ, എന്തോരം ആളുകളാണ് ഡെയിലി മരിക്കണേ. അപ്പം ഈ ഡെത്ത് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അവര് നമ്മൾ ബറി ചെയ്തിടും. അപ്പൊ നമ്മൾ ഇവരെ ബറി ചെയ്തിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ഡെഡ് ബോഡി അങ്ങനെ കുറെ നാൾ കിടക്കുവാണെങ്കിലോ, അപ്പൊ അത് നമ്മുടെ എർത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാക്കും, എർത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യണേ, അവര് ഈ ഡെത്ത് ആയിട്ടുള്ള സാധനങ്ങളെയൊക്കെ അവര് കൺസ്യൂം ചെയ്യും, അവര് ഡീകമ്പോസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് അവര് ഈ ഇതിന്റെ തന്നെ വേസ്റ്റ്, അതായത് ഈ വേസ്റ്റിനെ അവരെന്താക്കി മാറ്റും, മാനൂറാക്കി മാറ്റുകയല്ലേ ചെയ്യണം. അതായത് കഴുകണമെങ്കിൽ അവിടെ എന്ത് വേണം, ഡീകമ്പോസേഴ്സ് വേണം, അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ നിൽക്കും. ഈ ശരിക്കും ഡീകമ്പോസേഴ്സ് മൈക്രോ ഓർഗാനിസംസ് ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമി മൊത്തം ഡെഡ് ബോഡി കൊണ്ട് നിറയും. അപ്പം ഇതൊക്കെ ഡീകേ ചെയ്ത് മണ്ണിലേക്ക് എത്തണമെങ്കിൽ അവിടെ മൈക്രോ ഓർഗാനിസം വേണം. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റിനെ ക്ലീൻ ചെയ്യണമെങ്കിൽ അവിടെ ആർക്ക് റോൾ ഉണ്ട്, അവിടെ മൈക്രോ ഓർഗാനിസത്തിന് റോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത മൈക്രോ ഓർഗാനിസം ഒരു ഫ്രണ്ടാന്നുള്ള രീതിയിൽ അതിന്റെ കുറെ റോൾസ് അല്ലേ പറഞ്ഞേ. എന്താ, എൻവയോൺമെന്റ് ക്ലീൻ ചെയ്യുന്ന റോൾ ഉണ്ടെന്ന് പറഞ്ഞു, സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടൂന്ന് പറഞ്ഞു, വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണേന്ന് പറഞ്ഞു, മെഡിസിന്റെ പ്രൊഡക്ഷൻ വേണമെന്ന് പറഞ്ഞു, ബിവറേജിലും ഫുഡ് ഇൻഡസ്ട്രീസിലും ഒക്കെ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ, പറഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് പ്രിസർവേഷനും പറഞ്ഞില്ലേ, എങ്ങനെയൊക്കെ ഫുഡ് പ്രിസർവ് ചെയ്യാം, കെമിക്കൽ മെത്തേഡ് ഉണ്ട്, ഹീറ്റും കോൾഡും ട്രീറ്റ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോറേജ് ആൻഡ് പാക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുക, അതാത് ക്ലാസ് അന്നു തന്നെ പഠിക്കാൻ നോക്കുക, നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കരുത് കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഞാൻ ഇന്നൊരു പഠിക്കണം. അപ്പൊ ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പം നിങ്ങൾ എല്ലാവരും അന്ന് ഞാൻ ദ സ്റ്റഡി ഓഫ് ഫംഗസ് ചോദിച്ചപ്പോ എല്ലാവരും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് താഴെ തന്നെ വന്നിട്ടുണ്ടായിരിക്കും ദ സ്റ്റഡി ഓഫ് ആൽഗെ എന്താന്ന്, ഇല്ലേ? സ്റ്റഡി ഓഫ് ആൽഗെ എന്താ, നിങ്ങൾ കമന്റ് ബോക്സ് തരണം കേട്ടോ, എന്താന്ന് ആൽഗയുടെ സ്റ്റഡി. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈവ് ക്ലാസ് ഇന്ന് 8 മണി തൊട്ട് 9 മണി, 8 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസ്. അപ്പം എല്ലാവരും ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം. അപ്പൊ എല്ലാവരും ലിങ്കിൽ കയറുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഓക്കെ, ബൈ.